ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ ഇന്ത്യൻ വംശജയായ 60-കാരിയെ ഗ്രീൻ കാർഡ് അഭിമുഖത്തിനിടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICE കസ്റ്റഡിയിലെടുത്തത് കുടുംബാംഗങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. 1994 മുതൽ US താമസിച്ചു വരുന്ന ബബ്ലി കൗർ ആണ് ICE നടപടി നേരിട്ടത്. ഗ്രീൻ കാർഡ് നേടാനുള്ള അവസാനഘട്ട നടപടികളിൽ ഒന്നായ ബയോമെട്രിക്സിന് എത്തിയപ്പോഴാണ് ഓഫീസിലേക്ക് ഫെഡറൽ ഏജന്റുമാർ എത്തിയതും ഈ ഇന്ത്യൻ വംശജയെ കസ്റ്റഡിയിലെടുത്തതും. കോവിഡിന് മുമ്പ് വരെ ലോങ് ബീച്ചിൽ ഭർത്താവിനോടൊപ്പം നടരാജ് ക്യൂസിൻ ഓഫ് ഇന്ത്യ ആൻഡ് നേപ്പാൾ എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു ബബ്ലി കൗർ. ഇരുവർക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകനും ഒരു മകളും US പൗരന്മാരും. 34-കാരിയായ ജ്യോതി എന്ന മകൾ DSCA പ്രകാരം US നിയമപരമായ താമസക്കാരിയുമാണ്. മൂത്ത മകളും ഭർത്താവുമാണ് ബബ്ലി കൗറിനെ ഗ്രീൻ കാർഡിന് സ്പോൺസർ ചെയ്തത്. ഇത് സംബന്ധിച്ച അപേക്ഷ US ഇമിഗ്രേഷൻ അധികൃതർ അംഗീകരിച്ചിരുന്നു. ബബ്ലി കൗർ നേരിട്ട നടപടിയെക്കുറിച്ച് മകൾ ജ്യോതി പറയുന്നത് ഇങ്ങനെയാണ്. ഓഫീസിന്റെ ഫ്രണ്ട് ഡെസ്കിൽ അമ്മ നിൽക്കുമ്പോൾ 2 കാറുകളിലെത്തിയ നിരവധി ഫെഡറൽ ഏജന്റുമാർ ഓഫീസിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് ഫെഡറൽ ഏജന്റുമാർ കയറിപ്പോയ മുറിയിലേക്ക് അമ്മയെ വിളിപ്പിച്ച് അറസ്റ്റ് ചെയ്തുവെന്ന് അറിയിച്ചു. അഭിഭാഷകരോട് സംസാരിക്കണമെന്ന് അമ്മ അറിയിച്ചതിനെ തുടർന്ന് 8 മിനിറ്റ് നേരത്തെ ഫോൺ കോളിന് മാത്രം അനുവദിച്ച് കസ്റ്റഡിയിലേക്ക് മാറ്റി. ജ്യോതി വിശദമാക്കി. അമ്മയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ഫെഡറൽ ഏജന്റുമാർ കുടുംബാംഗങ്ങളെ അറിയിച്ചില്ലെന്ന് ജ്യോതി പറയുന്നു. സാന്റ അന അല്ലെങ്കിൽ ലോസ് ഏഞ്ചൽസ് എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോയേക്കാമെന്നായിരുന്നു ICE ഏജന്റുമാരുടെ അറിയിപ്പ്. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി ലഭിച്ചില്ലെന്നും ICE നടപടിയിൽ തങ്ങൾ മണിക്കൂറുകളോളം പരിഭ്രാന്തിയിലായെന്നും ജ്യോതി വിശദമാക്കി. ബബ്ലി കൗറിനെ ലോസ് ഏഞ്ചൽസിലേക്ക് കൊണ്ടുപോകുന്നതായി കുടുംബം പിന്നീട് മനസ്സിലാക്കി. ഒരു ക്രിമിനൽ പശ്ചാത്തലവുമില്ലാത്ത ബബ്ലി കൗറിന് നേരെയുണ്ടായ ICE നടപടി കുടുംബാംഗങ്ങളെ ശരിക്കും ഞെട്ടിച്ചു. അമ്മ നല്ലവണ്ണം ഭയന്നുവെന്നും കയ്യിലും കാലിലും വിലങ്ങ് വെച്ച് പുരുഷന്മാർ മാത്രമുള്ള വാനിലാണ് കൊണ്ടുപോയെന്നും ജ്യോതി കൂട്ടിച്ചേർത്തു. അതേസമയം ബബ്ലി കൗറിനെതിരായ ICE നടപടിയെ അപലപിച്ച് ലോങ് ബീച്ചിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം റോബർട്ട് ഗാർഷ്യ രംഗത്തെത്തി. ബബ്ലിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെന്നും അവരെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരാനായി ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും റോബർട്ട് ഗാർഷ്യ അറിയിച്ചു. നമ്മുടെ സമൂഹത്തെ മികച്ച സ്ഥലമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന കഠിനാധ്വാനികളും നല്ലവരുമായ ആളുകളെ ഈ ഭീകരമായ പ്രവർത്തികൾ ഭയപ്പെടുത്തുന്നത് തുടരുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. US ICE ഏജന്റുമാരിൽ നിന്ന് സമാന നടപടി ഉണ്ടാകുന്നത് ഇതാദ്യമല്ല. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ബേ ഏരിയയിൽ വർഷങ്ങളായി താമസിച്ചു വരികയായിരുന്ന 73 വയസ്സുള്ള ഹർജിത് കൗറിനെ ഫെഡറൽ ഏജന്റുമാർ കസ്റ്റഡിയിലെടുത്തതും തുടർന്ന് നാട് കടത്തിയതും വലിയ ചർച്ചയായിരുന്നു. ഈ വർഷം സെപ്റ്റംബർ 8-ന് സാൻ ഫ്രാൻസിസ്കോയിൽ ഇമിഗ്രേഷൻ അധികൃതർക്ക് മുമ്പിൽ പതിവ് പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഹർജിത് കൗറിനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഇവരെ ബേക്കേഴ്സ്ഫീൽഡിലുള്ള ICE പ്രോസസിംഗ് സെന്ററിലേക്ക് മാറ്റി. 1991 പഞ്ചാബിൽ നിന്ന് US കുടിയേറിയ ഹർജിത് കൗർ 3 പതിറ്റാണ്ടിലധികം കാലം US താമസിച്ചു വരികയായിരുന്നു. ഇതിനിടെ അഭയം തേടാൻ അപേക്ഷ സമർപ്പിച്ചെങ്കിലും അംഗീകരിച്ചില്ല. ICE ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് ഹർജിത് കൗറിനെ പിന്നീട് ഇന്ത്യയിലേക്ക് നാട് കടത്തുകയായിരുന്നു. നവംബറിൽ ഗ്രീൻ കാർഡ് അഭിമുഖത്തിനിടെ ചിലർ അറസ്റ്റിലാകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. വിസ കാലാവധിക്ക് ശേഷവും US തുടർന്ന് ഗ്രീൻ കാർഡ് അഭിമുഖത്തിന് ഹാജരായവരെയാണ് ICE ഉദ്യോഗസ്ഥർ അഭിമുഖമേളയിൽ അറസ്റ്റ് ചെയ്തത്. ക്രിമിനൽ പശ്ചാത്തലം പോലുമില്ലാത്ത തങ്ങളുടെ കക്ഷികൾ അറസ്റ്റിലായെന്ന് വ്യക്തമാക്കി ഇമിഗ്രേഷൻ അഭിഭാഷകർ രംഗത്ത് എത്തിയിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.